മധ്യപൂർവ്വ ഏഷ്യയിൽ വീണ്ടും അമേരിക്കൻ സാമ്രാജ്യത്വ ശക്തികൾക്ക് ശക്തമായ മുന്നറിയിപ്പുമായി ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ വീണ്ടും വാർത്തകളിൽ നിറയുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെതിരെ സൈനിക നടപടികൾ കടുപ്പിക്കുമെന്നും എണ്ണ സമ്പത്ത് ലക്ഷ്യമിടുമെന്നും ഭീഷണി മുഴക്കുമ്പോൾ ഒരു ഭീഷണിക്കും വഴങ്ങില്ല എന്ന ഉറച്ച നിലപാടിൽ നിൽക്കുകയാണ് ടെഹ്റാൻ. ഏതു നിമിഷവും ആക്രമണം ഉണ്ടായേക്കാമെന്ന അമേരിക്കൻ പ്രചാരണങ്ങൾക്ക് മുന്നിൽ ഭയന്നോടാതെ തങ്ങളുടെ പരമാധികാരം സംരക്ഷിക്കാൻ സർവ്വസജ്ജരായി നിൽക്കുന്ന ഇറാന്റെ പ്രതിരോധ തന്ത്രങ്ങളാണ് ഇപ്പോൾ ലോകത്തെ ഞെട്ടിച്ചിരിക്കുന്നത്. അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്ന ആധിപത്യ നീക്കങ്ങൾക്ക് കനത്ത തിരിച്ചടി നൽകാൻ ഇറാൻ സജ്ജമായി കഴിഞ്ഞിരിക്കുന്നു. വെനസ്വേലയിൽ നടപ്പിലാക്കാൻ നോക്കിയതുപോലെ ഇറാന്റെ എണ്ണ മേഖല പിടിച്ചെടുക്കാമെന്ന അമേരിക്കയുടെ കണക്കുകൂട്ടലുകൾക്ക് കനത്ത പ്രഹരമാണ് ഇറാന്റെ വിപ്ലവസേന നൽകുന്നത്. തന്ത്രപ്രധാനമായ ഹോർമൂസ് നീരൊഴുക്കിൽ അമേരിക്കൻ അനുകൂല രാജ്യങ്ങളുടെ എണ്ണക്കപ്പലുകൾക്ക് മേൽ കർശന നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് ആഗോള സാമ്പത്തിക മേഖലയുടെ നിയന്ത്രണം തങ്ങളുടെ കൈകളിലാണ് എന്ന് ഇറാൻ തെളിയിച്ചു കഴിഞ്ഞു. ഈ വിഷയങ്ങളിലെ നിർണായക വിവരങ്ങൾ വിശദമായി ഒന്ന് പരിശോധിച്ചു നോക്കാം. ട്രംപിന്റെ ഭീഷണിയും ഇറാന്റെ മാസ് തിരിച്ചടിയും. അമേരിക്കയുടെ പരമ്പരാഗത ഭീഷണികളെയും ഉപരോധങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇറാൻ ഇത്തവണ തിരിച്ചടിക്കുന്നത്. ഇറാൻ ആണവായുധമുണ്ടാക്കാൻ പാടില്ല എന്നും 60 ദിവസത്തെ കരാറിന്റെ സമയം കഴിഞ്ഞുവെന്നും ഒക്കെ പറഞ്ഞ് ട്രംപ് സമ്മർദ്ദം ചെലുത്താൻ നോക്കുന്നുണ്ട് എങ്കിലും ഇറാൻ അതിനെ തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് നേരിടുന്നത്. ബാഹ്യശക്തികളുടെ ഒരു അന്ത്യശാസനത്തിനും വഴങ്ങുന്ന പാരമ്പര്യം തങ്ങൾക്കില്ലെന്നും സ്വന്തം ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുമെന്നും ഇറാൻ ഭരണകൂടം ലോകത്തോട് ഉറക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അമേരിക്ക എങ്ങാനും ഇറാന്റെ മണ്ണിലേക്ക് ഒരു കരയുദ്ധത്തിന് മുതിർന്നാൽ വരാൻ പോകുന്ന പ്രത്യാഘാതം അമേരിക്കൻ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ദുരന്തമായിരിക്കുമെന്നാണ് ഇറാന്റെ സൈനിക വക്താക്കൾ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. ഇറാന്റെ മണ്ണിൽ കാലുകുത്തുന്ന അമേരിക്കൻ സൈനികർ തിരികെ പോകുന്നത് പെട്ടികളിലായിരിക്കും. ആക്രമണം നടത്തിയാൽ തിരികെ എത്തിക്കാൻ പോലും മൃതദേഹങ്ങൾ ബാക്കി ഉണ്ടാകില്ല എന്ന ഇറാന്റെ പ്രഖ്യാപനം വാഷിംഗ്ടണിനെയും ചെറുതായി ഒന്ന് ഞെട്ടിച്ചിട്ടുണ്ട്. ഇറാഖിലോ കുവൈറ്റിലോ ബഹ്റിനിലോ ഉള്ള ഏതെങ്കിലും ഒരു അമേരിക്കൻ സൈനിക താവളം ആക്രമിച്ചു തകർത്താൽ മാത്രം മതി ലോകത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യത്വ സൈന്യത്തിന്റെ അഹങ്കാരം അവിടെ തീരുമെന്നാണ് ഇറാൻ വ്യക്തമാക്കുന്നത്. അമേരിക്കൻ സൈനിക ഉപരോധങ്ങളെ തകർത്തെറിഞ്ഞുകൊണ്ട് ഹോർമൂസ് നീരൊഴുക്കിന്റെ യഥാർത്ഥ യജമാനന്മാർ തങ്ങളാണ് എന്ന് ഇറാൻ വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. സമുദ്ര അതിർത്തി ലംഘിക്കുകയും നിയമങ്ങൾ പാലിക്കാതിരിക്കുകയും ചെയ്ത യുഎയുടെയും എഡ്നോക്കിന്റെയും എണ്ണക്കപ്പലുകൾ പിടിച്ചെടുത്തുകൊണ്ട് ഇറാൻ നൽകിയ കൃത്യമായ സന്ദേശമാണ് ഇറാന്റെ അനുവാദമില്ലാതെ തന്ത്രപ്രധാനമായ ഈ പാതയിലൂടെ ഒരു അമേരിക്കൻ അനുകൂല കപ്പലും ഇനി കടന്നു പോകില്ല എന്ന് വ്യക്തമാക്കുന്നത്. ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്സ് നടത്തുന്ന നിരീക്ഷണം മേഖലയിൽ ഇറാൻ സ്ഥാപിച്ച സമ്പൂർണ്ണ ആധിപത്യത്തിന്റെ തെളിവാണ്. ഹോർമൂസ് നീരൊഴുക്കിലൂടെയുള്ള ട്രാൻസിറ്റ് പൂർണ്ണമായും പൂജ്യത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞത് ഇറാന്റെ തന്ത്രപ്രധാനമായ വിജയമാണ്. അമേരിക്കൻ ഉപരോധത്തെ മറികടന്ന് സ്വന്തം നിബന്ധനകൾ നടപ്പിലാക്കാൻ ഇറാൻ പ്രതിരോധ സേനയ്ക്ക് സാധിച്ചു. തങ്ങളെ സാമ്പത്തികമായി ഒറ്റപ്പെടുത്താൻ നോക്കുന്നവർക്ക് ഇന്ധനം വിതരണം തടസ്സപ്പെടുത്തിക്കൊണ്ട് ഇറാൻ തിരിച്ചടി നൽകുന്നു. ഇതോടെ ലോകത്തിലെ ഏറ്റവും ശക്തമായ അമേരിക്കൻ നാവികപ്പടയ്ക്ക് പോലും ഇറാന്റെ ഉപരോധ തന്ത്രങ്ങൾക്ക് മുന്നിൽ നോക്കി നിൽക്കേണ്ടി വരുന്ന അവസ്ഥയാണ് സംജാതമാകുന്നത്. അമേരിക്കയുടെ ഭീഷണികൾക്കിടയിലും തങ്ങളുടെ നയതന്ത്ര തലത്തിലുള്ള കരുത്ത് കാട്ടി ഒമാനുമായി ചേർന്ന് പ്രത്യേക ചർച്ചകൾ നടത്താൻ ഇറാന് സാധിച്ചു. അമേരിക്കയുടെ മധ്യസ്ഥതയില്ലാതെ തന്നെ കാര്യങ്ങൾ തീരുമാനിക്കാൻ തങ്ങൾക്ക് ശേഷിയുണ്ട് എന്ന് ഇറാൻ ഇതിലൂടെ തെളിയിച്ചു. ഇതോടെയാണ് ഒമാന് നേരെ പോലും ട്രംപ് ഭീഷണിയുമായി രംഗത്തെത്തിയത്. ഒമാനെ ആക്രമിക്കുമെന്ന ട്രംപിന്റെ പ്രസ്താവന അമേരിക്കയുടെ നിരാശയും പരാജയവുമാണ് വ്യക്തമാക്കുന്നത്. മധ്യപൂർവ്വ ഏഷ്യയിൽ സമാധാനം കൊണ്ടുവരാൻ ശ്രമിക്കുന്ന രാജ്യങ്ങളെ പോലും അമേരിക്ക ഭീഷണിപ്പെടുത്തുമ്പോൾ സ്വന്തം നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് മേഖലയിലെ മറ്റു രാജ്യങ്ങളുമായി സമാന്തര ചർച്ചകൾ നടത്താൻ ഇറേഷ്യൻ നയതന്ത്രങ്ങൾക്ക് സാധിക്കുന്നു. മറ്റു രാജ്യങ്ങളുമായി സമാന്തര ചർച്ചകൾ നടത്താൻ ഇറേഷ്യൻ നയതന്ത്രജ്ഞർക്ക് സാധിക്കുന്നു എന്നത് ഇറാന്റെ വലിയൊരു വിജയമാണ് കാണിക്കുന്നത്. അമേരിക്കയുടെ ഉപരോധ തന്ത്രങ്ങൾ മേഖലയിൽ ഇനി ഏഷ്യയില്ല എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് ഇതിലൂടെ ഇറാൻ നൽകുന്നത്. അമേരിക്കയുടെ അനാവശ്യ യുദ്ധക്കൊതി കാരണം ആഗോള എണ്ണ വിപണിയിൽ വൻ വിലക്കയറ്റമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഒരു രാജ്യത്തിന്റെ എണ്ണ സമ്പത്ത് പിടിച്ചെടുക്കാമെന്ന അമേരിക്കൻ പ്രസിഡന്റിന്റെ കൊളോണിയൻ മനോഭാവത്തിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. സ്വയം പ്രതിരോധിക്കാനും സ്വന്തം രാജ്യത്തിന്റെ സമ്പത്ത് സംരക്ഷിക്കാനും ഇറാൻ നടത്തുന്ന ഈ പോരാട്ടം അമേരിക്കൻ ആധിപത്യത്തിനെതിരെയുള്ള ശക്തമായ പ്രതിരോധമായി മാറുകയാണ്. ഇവിടെ ഒരു കാര്യം വ്യക്തമാണ്. ഭീഷണികൾ കൊണ്ടോ ഉപരോധങ്ങൾ കൊണ്ടോ ഇറാനെ കീഴടക്കാമെന്ന് അമേരിക്ക കരുതുന്നുണ്ട് എങ്കിൽ അത് അവരുടെ വലിയൊരു തെറ്റിദ്ധാരണ മാത്രമാണ്. ഈ കഴിഞ്ഞ കുറേയേറെ മാസങ്ങളായി അമേരിക്ക അത് തിരിച്ചറിഞ്ഞിട്ടുമുണ്ട്. തിരിച്ചടിക്കാൻ ഇറാന്റെ പക്കൽ ശക്തമായ മിസൈൽ പ്രതിരോധ വ്യൂഹവും വിപ്ലവ സേനയുമുണ്ട്. വരും മണിക്കൂറുകളിൽ അമേരിക്ക എന്തെങ്കിലും അബദ്ധത്തിന് മുതിർന്നാൽ
മധ്യപൂർവ്വ ഏഷ്യയിൽ അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ അന്ത്യമായിരിക്കും കുറിക്കപ്പെടുക. അമേരിക്കയ്ക്കും ഇറാനും ഇടയിൽ രൂപപ്പെട്ട അടിയന്തര സാഹചര്യങ്ങൾ വീണ്ടും ആഗോളതലത്തിൽ വൻ ആശങ്കയുയർത്തുകയാണ്. മുൻപ് ഇരു രാജ്യങ്ങളും തമ്മിൽ നിലനിന്നിരുന്ന താൽക്കാലിക നയതന്ത്ര ധാരണയുടെ കാലാവധി അവസാനിച്ചതോടെ ഇരുപക്ഷവും നിലപാടുകൾ കടുത്ത രീതിയിൽ ശക്തിപ്പെടുത്തിയിരിക്കുന്നു. ഇറാൻ പൂർണ്ണമായും കീഴടങ്ങുകയല്ലാതെ അവരുടെ മുൻപിൽ ഇനി മറ്റു വഴികളൊന്നുമില്ല എന്ന കർശന നിലപാടാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്വീകരിച്ചിരിക്കുന്നത്. അമേരിക്കയുടെ ഈ കടുത്ത നിലപാടുകൾക്ക് പിന്നാലെ ശക്തമായ തിരിച്ചടി നൽകാൻ ഉറച്ചു നീങ്ങുകയാണ് ഇറാൻ. പശ്ചിമേഷ്യയിലെ ഏതെങ്കിലും ഒരു US സൈനിക താവളത്തിലേക്ക് ഇറാന്റെ കരസേന നീക്കം നടത്തുമെന്ന ആവശ്യമാണ് ഇറാന്റെ മുൻ വിദേശകാര്യമന്ത്രിയും സൈനിക നേതൃത്വവും മുന്നോട്ട് വയ്ക്കുന്നത്. ഒരു സൈനിക താവളമെങ്കിലും പിടിച്ചെടുത്ത് അവിടുത്തെ അമേരിക്കൻ സൈനികരെ ബന്ദികളാക്കി ഇറാനിൽ എത്തിക്കാൻ സാധിച്ചാൽ ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തി എന്ന് അവകാശപ്പെടുന്ന അമേരിക്കയെ രാഷ്ട്രീയമായും സൈനികമായും മുട്ടുകുത്തിക്കാൻ സാധിക്കുമെന്നാണ് ഇറാന്റെ വാദം. ഇതുവരെ പ്രതിരോധ നിലപാടുകൾ മാത്രം സ്വീകരിച്ചിരുന്ന ഇറാൻ ഇനി മുതൽ ആക്രമണോത്സുകമായ നിലപാടുകളിലേക്ക് കടക്കുമെന്ന കടുത്ത മുന്നറിയിപ്പാണ് ഇതിലൂടെ നൽകുന്നത്. ഇതിനിടയിൽ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ സമവാക്യം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒമാന് നേരെയും അമേരിക്ക പ്രകോപനപരമായ നിലപാടുകൾ ഉയർത്തുന്നുണ്ട്. ഇറാനും ഒമാനും തമ്മിൽ നടക്കുന്ന ചർച്ചകളെ തങ്ങളുടെ താൽപര്യങ്ങൾക്ക് വിരുദ്ധമായി കണ്ട് ഒമാനെതിരെയും സൈനിക നടപടി ഉണ്ടാകുമെന്ന സൂചനയാണ് ട്രംപ് ഇപ്പോൾ നൽകുന്നത്. തൽക്കാലം അമേരിക്കയുമായി ഒരു തരത്തിലുമുള്ള ചർച്ചകളും വേണ്ട എന്ന നിലപാടിലേക്ക് ഇറാന്റെ പരമോന്നത നേതൃത്വം എത്തിച്ചേർന്നതോടെ ഖത്തറും പാകിസ്ഥാനും ഉൾപ്പെടെയുള്ള മധ്യസ്ഥ രാജ്യങ്ങളുടെ ശ്രമങ്ങൾ കൂടുതൽ സങ്കീർണമായി മാറുകയാണ്. മധ്യപൂർവ്വ ഏഷ്യയിൽ ഏതു നിമിഷവും ഒരു കരയുദ്ധം പൊട്ടിപ്പുറപ്പെടാനുള്ള സാധ്യതകളിലേക്കാണ് ഈ നീക്കങ്ങൾ വിരൽ ചൂണ്ടുന്നത്.